പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 50,200 മുതൽ 1,00,000 മുകളിൽ വരെ വരുന്നുണ്ട് അല്ലേ? യെസ്, 1,00,000 മുകളിൽ വരെ പോകുന്ന അടിസ്ഥാന ശമ്പളമാണ് ആറയുടെ അടിസ്ഥാന ശമ്പളം വരിക. പ്രധാനപ്പെട്ട ഒരു PG ലെവൽ എൻട്രി കാർഡിൽ തന്നെ നമ്മൾ ഒരു ഗസറ്റ് റാങ്കിലേക്ക് എത്തുന്ന ഒരു പോസ്റ്റ് കൂടെയാണ് റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇതിനു മുന്നേ 6 എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെയുള്ള സ്ട്രീമിൽ പല സ്ട്രീമിലുള്ള കുട്ടികൾ വരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് സാറിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് വെച്ചാൽ അവർക്ക് കംപ്ലീറ്റ് ഒരു ടെൻഷനാണ്. എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഏത് സബ്ജക്റ്റ് കൂടുതൽ പഠിക്കണം, ഇപ്പോൾ സ്വന്തം സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ടുള്ള കുട്ടികളുണ്ട്. എന്തായാലും ആറോയിലും സ്റ്റാറ്റിക്കൽ സഹകാരി പഠിച്ച കുട്ടികൾക്ക് ആ ഡൗട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഈ രണ്ട് പരീക്ഷകൾക്കും നേരത്തെ വിളിച്ചു ഒരുപാട് സമയം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ പല സ്ഥലങ്ങളിൽ കുട്ടികൾ പ്രിപ്പയർ ചെയ്തു, ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്തു. പക്ഷേ സിലബസ് അവസാന നിമിഷം മാറുന്നു എന്നൊരു സാഹചര്യമാണ് ഈ രണ്ട് പരീക്ഷകളുണ്ടായത്. അപ്പോൾ ഇതായിരുന്നു സഹകാരിയുടെ ചാൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അവിടെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. അവർ അങ്ങനെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നതിൽ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് സഹകാരിയുടെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെത്തഡ് അല്ലെങ്കിൽ വേ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുമ്പോഴത്തേക്കും നടക്കാത്ത പരീക്ഷയിൽ കട്ട് ഓഫ് ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പുറക്കാത്ത കൊച്ചിൻ്റെ ജാതകം ചോദിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിന് തൊട്ട് മുന്നേ നടന്നിട്ടുള്ള ഒരു 6 മാസത്തിനും ഈ ഒരു 3 മാസത്തിനും ഇടയ്ക്ക് നടന്നിട്ടുള്ള മറ്റുള്ള എക്സാംസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പാറ്റേൺ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി PG ലെവൽ എക്സാമിനേഷൻസിൽ പിള്ളേർ വായിച്ചു തീരുന്നില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഇത് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പേജ് ക്വസ്റ്റ്യൻ വായിച്ചു തീരുമ്പോൾ 1 മണിക്കൂർ ഒരു മാർക്കിന് വേണ്ടി 1/2 പേജ് വായിക്കേണ്ട സാഹചര്യം. മാത്സുകാർ, എക്കണോമിക്സുകാർ, സ്റ്റാറ്റിക്കാരൊന്നും ഈ പരീക്ഷയെക്കുറിച്ച് അറിയാതെ പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അത് തന്നെയാണ് ഈ സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിലൊക്കെ ഇത്രയും കുറഞ്ഞ കട്ട് ഓഫിൽ എന്തോ ഒരു അഡ്വൈസ് നടക്കണമെന്ന് അറിയാമോ? ഒത്തിരി അഡ്വൈസ് നടക്കുന്നത്. സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോബാണ്. കാരണം ഒത്തിരി ഫീൽഡ് വർക്കാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ്. അതേപോലെ തന്നെയാണ് 6 എക്സാംസും. അതുപോലെ നമുക്ക് അത്രയും ഹയർ പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു. അതുപോലെ നമ്മുടെ 6 എക്സാമിനേഷൻ, അങ്ങനെ വരുന്ന എല്ലാ പരീക്ഷകളും നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് സബ്ജക്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിച്ചെഴുതാൻ പറ്റുമെന്ന് വളരെ ചെറിയ മത്സരവുമാണ് ഇത്തരത്തിലുള്ള പരീക്ഷയുടെ പ്രത്യേകത. നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് ശ്യാം സാറാണ്. പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, സഹകാരിയുടെ തന്നെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ശ്യാം സാർ. വെൽക്കം സാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്നെ മിസ് പരിചയപ്പെടുത്തി. അപ്പോൾ മിസ്സിനെ പരിചയപ്പെടുത്തേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇറ്റ്സ് എ മീറ്റ് ദ മെൻറ്റർ പ്രോഗ്രാം ആൾസോ. നിങ്ങൾ മെൻറ്ററെ മീറ്റ് ചെയ്യണം ആദ്യമായിട്ട്. നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലൂടെയൊക്കെ രേഷ്മ മിസ് നിങ്ങൾക്ക് ചിരപരിചിതയായിരിക്കും. ഷീസ് വെൽ എക്സ്പീരിയൻസ്ഡ് ആസ് എ അസിസ്റ്റൻറ്റ് പ്രൊഫസർ. സഹകാരി ജോയിൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്, അതുപോലെ സഹകാരി വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസും വളരെ റിനൗണ്ടാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ റിസർച്ച് ഓഫീസർ എക്സാമിനേഷനിൽ ഉദ്യോഗാർത്ഥികളെ നയിച്ച ഒരു വ്യക്തിയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ എക്കണോമിക്സ് HSST എക്കണോമിക്സ് ഉദ്യോഗാർത്ഥികളെ നയിച്ച വ്യക്തി കൂടെയാണ്. നിലവിൽ നിങ്ങളുടെ റിസർച്ച് അസിസ്റ്റന്റ് ഉദ്യോഗാർത്ഥികളെ നയിക്കുക നിങ്ങളുടെ മെന്റർഷിപ്പിലേക്കാണ് ഇപ്പോൾ നമ്മുടെ മിസ് കടക്കുന്നത്. അപ്പോൾ മീറ്റ് ദ മെന്റർ. ഓക്കെ സാർ, ആദ്യമായിട്ട് തന്നെ റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയെക്കുറിച്ചും അതുപോലെ വകുപ്പിനെ കുറിച്ചും ഒന്ന് പറയാം. ഓക്കെ, നമുക്കിപ്പോൾ നിലവിൽ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എക്കണോമിക്സ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, കോമേഴ്സ്, ഇത്രയും യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരീക്ഷകളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളൊന്നാണ് റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിനേഷൻ. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 6 എക്സാമിനേഷൻ. അതുപോലെ നമുക്ക് ഇത് രണ്ടും PG ലെവൽ എക്സാമിനേഷനാണ്. അതുപോലെ ഡിഗ്രി ലെവലായിട്ടുള്ള നമ്മൾ ഈ ടോപ്പിക്സിൽ ഡിഗ്രി കഴിഞ്ഞ് എഴുതാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു PG ലെവൽ എക്സാമിനേഷനാണ് റിസർച്ച് അസിസ്റ്റൻറ്റ്. അപ്പോൾ പൊതുവേ നമുക്ക് ഇത്തരത്തിൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് എന്നുള്ള വകുപ്പ് നമുക്ക് കണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇന്ത്യയിലെ എല്ലാ രാജ്യത്തിലും നമുക്ക് ഉണ്ട് അല്ലേ, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് എന്ന വകുപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റിസർച്ച് അസിസ്റ്റൻ്റ് ഉണ്ട്, അവിടെയും ഉണ്ട് റിസർച്ച് അസിസ്റ്റൻറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന റിസർച്ച് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സിലല്ല, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലുള്ള റിസർച്ച് അസിസ്റ്റൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എൻട്രി, അതായത് നമ്മുടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സിലേക്ക് ഡയറക്റ്റ് എൻട്രി വരിക ROയിലേക്കും അതുപോലെ
നമ്മുടെ സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയാണ് അല്ലേ പ്രധാനമായിട്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എൻട്രി ഉള്ള പ്രധാനപ്പെട്ട ഒരു PG ലെവൽ എൻട്രി കയറി തന്നെ നമ്മൾ ഒരു ഗസറ്റ് റാങ്കിലേക്ക് എത്തുന്ന ഒരു പോസ്റ്റ് കൂടെയാണ് റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് പോലാണ് നമ്മളെ ക്ഷണിക്കുന്നത്. സാർ, അപ്പം ആർക്കൊക്കെയാണ് എക്സാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 4 സ്ട്രീമിലുള്ള കുട്ടികൾക്ക് പുറമെ കുറച്ച് പേർക്കും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിനെക്കുറിച്ചും കൂടി ഒന്ന്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള സ്ട്രീംസ് എല്ലാം പറഞ്ഞു. അതിനോടൊപ്പം എക്കണോമെട്രിക്സ്, അതുപോലെ അഗ്രികൾച്ചർ സ്റ്റാറ്റിക്സ്, അതുപോലെ എക്കണോമിക് സ്റ്റാറ്റിക്സ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എനിക്ക് കുറച്ച് ആൾക്കാരാണ് 7 സ്ട്രീം, മൊത്തം 7 സ്ട്രീം ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് എക്കണോമെട്രിക്സിലൊക്കെ ഇപ്പോൾ ബിരുദാനന്തര ബിരുദം എടുത്ത് വരുന്നുള്ളൂ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമുക്ക് ഈ സ്ട്രീമെല്ലാം അത്യാവശ്യം നമ്മൾ ചിരപരിചിതരായി വരുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രീമുകളും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡായി വരുന്നുണ്ട്. സാർ, അപ്പോൾ ഈ എക്സാമിന്റെ പേ സ്കെയിലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 50,200 മുതൽ 1,00,000 മുകളിൽ വരെ വരുന്നുണ്ട് അല്ലേ. യെസ്, 1,00,000 മുകളിൽ വരെ പോകുന്ന അടിസ്ഥാന ശമ്പളമാണ് RAയുടെ അടിസ്ഥാന ശമ്പളം വരിക. അപ്പോൾ നമുക്ക് അടിസ്ഥാന ശമ്പളം എന്ന് പറയുമ്പോൾ നിങ്ങൾ സർക്കാർ സർവീസിൽ ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ബേസിക് പേ ആണ്. ബേസിക് പേയോടൊപ്പം നമുക്ക് ബാക്കി കുറേ അലവൻസ് ആഡായിട്ടാണ് നമ്മളെ ഗ്രോസ് പേ വരുന്നത്. അപ്പോൾ ഗ്രോസ് പേ, നെറ്റ് പേ, ബേസിക് പേ വിൽ ബി ദ ബേസിക് ദാറ്റ് വി ആർ ഗെറ്റിംഗ്. അതിനോടൊപ്പം ഈ ബേസിക് പേയുടെ അടിസ്ഥാനത്തിൽ 35% DA ഇപ്പോൾ നിലവിൽ നമുക്ക് ഉണ്ട്. അതുപോലെ ടോട്ടൽ എനിക്ക് തോന്നുന്നു 48% DA എന്ന് തോന്നുന്നു. കുറച്ച് ഭാഗം നമുക്ക് പെൻഡിങ് ഉണ്ട്. DA കുറച്ചുകൂടെ ഇനി പെൻഡിങ് നമുക്ക് കയ്യിൽ കിട്ടാൻ വേണ്ടി ഉണ്ട്. അപ്പോൾ നിലവിൽ 35% DA ആണ് നമുക്ക് കയ്യിൽ അനുവദിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 50,000-നോടൊപ്പം 35% കൂടെ കൂട്ടണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു അറൗണ്ട് ഒരു 70+ ആയി. പിന്നെ നമുക്ക് അതിനോടൊപ്പം വരുന്ന കുറച്ച് ആനുകൂല്യങ്ങളുണ്ട്. CCA പോലുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ നമുക്ക് TA ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്, ട്രാവലിംഗ് അലവൻസ്. പിന്നെ അതിനോടൊപ്പം HRA എന്ന് പറയുന്ന അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള അലവൻസ് എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മുടെ ഗ്രോസ് പേ നിർണ്ണയിക്കുന്നത്. ഗ്രോസ് പേ വിൽ ബി അറൗണ്ട് നിയർലി ഒരു 80K അടുപ്പിച്ചുള്ളൊരു ഗ്രോസ് പേയിലേക്കായിരിക്കും നമ്മൾ ആദ്യം വരിക. പിന്നെ നെറ്റ് പേ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ വാങ്ങുന്ന പേ ആണ്. അത്രയും നമുക്ക് കയ്യിൽ കിട്ടൂല. കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്കിപ്പോൾ നിലവിൽ പങ്കാളിത്ത പെൻഷൻ ഉണ്ട്. അപ്പോൾ പങ്കാളിത്ത പെൻഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. സർക്കാർ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ കോൺട്രിബ്യൂഷൻ ഇടും. പിന്നെ അതിനോടൊപ്പം നമുക്ക് നിർബന്ധമായിട്ടും PF നമുക്ക് ഉറപ്പായിട്ട് ഇതെല്ലാം നമുക്ക് കിട്ടുന്ന പൈസ കേട്ടോ. എല്ലാം നമുക്ക് വളരെ വലിയൊരു എമൗണ്ട് ആയിട്ട് നമ്മുടെ ഭാവിയിൽ ഫ്യൂച്ചറിലേക്കുള്ള സെക്യൂരിറ്റി തന്നെയാണ് PF. അത് നമ്മൾ അറിയാതെ തന്നെ സൈലന്റ് ആയിട്ട് ഗ്രോ ചെയ്യും എന്നൊരു സ്വഭാവം കൂടി ഉണ്ട് PF-ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈക്ക് നമ്മൾ ഇടുന്നതിന് പുറമെ നമുക്കിപ്പോൾ നിലവിൽ അരിയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, DA അരിയർ, അതുപോലെ സാലറി അരിയറുകൾ. ഒരു പക്ഷേ നമ്മുടെ പുതിയ സാലറി ഇൻക്രിമെന്റ് ഒക്കെ വരുമ്പോൾ എല്ലാ അരിയറും പെട്ടെന്ന് കൈ തരത്തില്ല. ചില അരിയറുകൾ നമുക്ക് PF-ലോട്ട് ലഭിക്കും. നമ്മൾ അറിയാതെ ആഡ് ഓൺ ആവുന്ന ലക്ഷങ്ങളാണത്. അത് നമ്മളറിയാതെ തന്നെ ഗ്രോ ചെയ്തൊരു വലിയ കോർപ്പസ് ആയിട്ട് നമ്മുടെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് PF എന്ന് പറയുമ്പോഴത്തേക്ക്. അങ്ങനെ PF, പിന്നെ SLI, അതുപോലെ GIS, ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം എന്ന സ്കീമുണ്ട്. ചെറിയ എമൗണ്ട് ആണ് വരിക. SLI സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്ന സ്കീമുണ്ട്. അപ്പോൾ ഇതെല്ലാം നിർബന്ധമായിട്ടും ഒരു സർക്കാർ സർവീസിലുള്ള ആൾ എടുത്തിരിക്കേണ്ട സ്കീമുകളാണ്. അത് ചെറിയ പ്രീമിയംസ് ആണ് വരിക. പിന്നെ നിലവിൽ ഇപ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെഡിസെപ്പ് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവൈലബിൾ ആവുന്നത്, മെഡിസെപ്പ് പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അതിനെല്ലാം കുറച്ച് പിടുത്തങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നെറ്റ് സാലറി കിട്ടുക. നെറ്റ് സാലറി വിൽ ബി അറൗണ്ട് 60K അല്ലെങ്കിൽ 55 ആ റേഞ്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. സാർ, അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് ഇതിനു മുന്നേ 6 എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെയുള്ള പല സ്ട്രീമിലുള്ള കുട്ടികൾ വരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് സാറിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്? എന്നുവെച്ചാൽ അവർക്ക് കംപ്ലീറ്റ് ഒരു ടെൻഷനാണ്, എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഏത് സബ്ജക്റ്റ് കൂടുതൽ പഠിക്കണം, ഇപ്പോൾ സ്വന്തം സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ടുള്ള കുട്ടികളുണ്ട്. എന്തായാലും ROയിലും സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റും സഹകാരി പഠിച്ച കുട്ടികൾക്ക് ആ ഡൗട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മൾ അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് പഠിക്കണമെന്നും എന്ത് ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ ഒഴിവാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് മുന്നോടിയായിട്ട് വന്ന റാങ്ക് ലിസ്റ്റുകളിലെ കട്ട് ഓഫ് മാർക്കാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ എപ്പോഴും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ 100 മാർക്കിന് വേണ്ടി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പണ്ട് തൊട്ടേ ഉള്ള ഒരു ചിന്താഗതി നമുക്കല്ലേ. നോർമലി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. 100 മാർക്ക്, അത് പഠിച്ചില്ലല്ലോ, ഇത് പഠിച്ചു, ഇതാണ് ടെൻഷൻ. അല്ലാതെ പഠിച്ചത് റിവൈസ് ചെയ്തില്ല എന്നോ
റിവിഷൻ ചെയ്യാൻ എനിക്ക് സമയം വേണമെന്നോ ഇതും ടെൻഷനില്ല. മറ്റത് പഠിച്ചില്ലല്ലോ, അതിന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഈ എക്കണോമിക്സ് പോലെ പഠിച്ച കുട്ടികൾക്ക് മാത്സ് കാണുന്ന സമയത്ത് ഒരു ടെൻഷനാണ്, Yes, yes. എങ്ങനെ പഠിക്കും അതെ. എന്നുള്ളത്. അപ്പം മാത്സ് പഠിക്കണം. എക്കണോമിക്സ് പഠിച്ച ആളും മാത്സ് പഠിക്കണം എന്നല്ല, പഠിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഏത് പഠിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. Okay. അപ്പോൾ എക്കണോമിക്സ് പഠിച്ച ആൾക്കാർക്ക് കൂടുതലും എളുപ്പം എനിക്കൊന്ന് കോമേഴ്സ് ആയിരിക്കും എന്ന് തോന്നുന്നു, അതെ. അല്ലേ? കോമേഴ്സ് നമുക്ക് Statistics. സ്റ്റാറ്റിയും കുറേ ഭാഗം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പ്രോബ്ലം വരുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, പഠിക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ എൻ്റെ അഭിപ്രായത്തിലൊരു 20 മാർക്ക് നിങ്ങൾ ഈ പരീക്ഷകളിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പം വരില്ല. 20 മാർക്ക് നിങ്ങളിപ്പോൾ എക്കണോമിക്സ് കാര്യമാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ കോമേഴ്സുകാരനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ സെലക്ട് ചെയ്യാം. അതുപോലെ മാത്സ് തന്നെയാണെങ്കിൽ സ്റ്റാറ്റ് സെലക്ട് ചെയ്തിട്ട് അതിനോടൊപ്പം കോമേഴ്സിൻ്റെ പേപ്പറോ എക്കണോമിക്സോ സെലക്ട് ചെയ്യാം. അപ്പോൾ 75 മാർക്കായി. എല്ലാത്തിനും 25 മാർക്കാണ് ഇപ്പോൾ നിലവിൽ വെയിറ്റേജ് വരിക. എക്കണോമിക്സിന് 25, മാത്സിന് 25, സ്റ്റാറ്റിക്ക് 25, കോമേഴ്സിന് 25. ആർഒയുടെ സിലബസിൽ അങ്ങനെയായിരുന്നു സാർ. നമുക്ക് ഇതിന്റെ സിലബസ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നു, സിലബസ് വന്നപ്പോഴത്തേക്കും മാർക്കിൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. എക്കണോമിക്സ് നമ്മൾ പറയും പോലെ തന്നെ എക്കണോമെട്രിക്സ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അതിനും 10 മാർക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ എന്നാൽ കൂടിയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെലക്റ്റീവ് സ്റ്റഡി എപ്പോഴും ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം ഓർക്കുക നിങ്ങളെല്ലാവരും. ഒരു 80 മാർക്കിനുള്ള പഠനം തന്നെയാണ് ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് നമുക്ക് ലോങ് ടേം ബാച്ചിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നത്. യെസ്, ഉറപ്പായിട്ടും. ലോങ് ടേം ബാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം വരില്ല. 100-ൽ 100 പഠിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് ഒട്ടും പറ്റാത്ത എന്തെങ്കിലും വിടാൻ കേട്ടോ, അത് ഓഫ് കോഴ്സ് കുഴപ്പമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ലോങ് ടേം ബാച്ച് തുടങ്ങിയാണ് ആറയുടെ, അല്ലേ സാർ? അപ്പം ലോങ് ടേം ബാച്ച് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആറോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്നു, പക്ഷെ അവസാന നിമിഷം ആയപ്പോഴത്തേനും സിലബസ് മാറ്റി 1.5 മാസം മുന്നേ. അപ്പൊ ഇതുപോലെ ഇതിലും സിലബസ് മാറ്റിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് പേര് ചോദിച്ചു. ആക്ച്വലി എല്ലാവരുടെയും പേടിയാണ് സിലബസ് മാറ്റുന്ന ഒരവസ്ഥ. പക്ഷേ സഹകാരിയുടെ 1ാം റാങ്കിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ICDS സൂപ്പർവൈസർ 1ാം റാങ്ക്, 1ാം റാങ്ക് മാത്രമല്ല 2ാം റാങ്ക്, 5ാം റാങ്ക്, 4ാം റാങ്ക്, 7, 9 ഇങ്ങനെയാണ് ICDS സൂപ്പർവൈസർ. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ 1st, 2nd, 5, 6, 7, 8, 9 ഇങ്ങനെയാണ് നമ്മുടെ പിള്ളേർ പോകുന്നത്. പിന്നെ എടുത്ത് പരിശോധിച്ചാൽ ഇതാ ഇപ്പോൾ ആറോടെ റിസൾട്ട് വരാനിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പരീക്ഷയിൽ ഇതേപോലെ പല പരീക്ഷകളുണ്ട്. പെട്ടെന്ന് ഓർത്തത് പറഞ്ഞതേ ഉള്ളൂ. ഈ 2 പരീക്ഷ പ്രത്യേകത എന്ന് പറയുമ്പോൾ സിലബസ് മാറിയ പരീക്ഷകളാണ്. അതാണ് ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അതായത് ഈ 2 പരീക്ഷകൾക്കും നേരത്തെ വിളിച്ചു ഒരുപാട് സമയം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്തു. പക്ഷേ സിലബസ് അവസാന നിമിഷം മാറുന്നു എന്നൊരു സാഹചര്യമാണ് ഈ 2 പരീക്ഷകളുണ്ടായത്. അപ്പോൾ ഇതായിരുന്നു സഹകാരിയുടെ ചാൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും. അന്ന് എപ്പോഴും സിലബസ് മാറിയപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എടാ മോനെ നിനക്ക് മാത്രമല്ല മാറിയിട്ടുള്ളത്, എല്ലാവർക്കും മാറി. ആൻഡ് ദാറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി, അല്ലേ? നമ്മളതൊരു ഓപ്പർച്യൂണിറ്റി. എല്ലാ കാര്യത്തിലും നമുക്കൊരു പ്രോബ്ലം കാണാം, ഒരു ഓപ്പർച്യൂണിറ്റി കാണാം. അവിടെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. അവർ അങ്ങനെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നതിൽ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് സഹകാരിയുടെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെത്തഡ് അല്ലെങ്കിൽ വേ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു വേയിൽ സഹകാരി വിജയിച്ചിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇതുവരെ നടന്ന സിലബസ് മാറിയ പരീക്ഷകൾ. യെസ്, അത് തന്നെയാണ്. അപ്പോൾ ആറോടെ റാങ്ക് ലിസ്റ്റ് എന്താ പറയുക, നമ്മൾ അത്രയും അവെയിറ്റ് ചെയ്യുന്ന ലിസ്റ്റാണ് ആറോടെ ലിസ്റ്റ്. അതിലും 1st റാങ്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സിലബസ് മാറുന്നതിനെ കുറിച്ച് നിങ്ങൾ ബേജാറ് വേണ്ട. ഇൻ കേസ് മാറിയാൽ തന്നെയും നമ്മൾ തന്നെയായിരിക്കും ടോപ്പിൽ. പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. നമ്മൾ വെബിനാറിൽ പറയുന്ന കാര്യം, എസ്പെഷ്യലി നിങ്ങൾ കോഴ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വെബിനാറിൽ പങ്കെടുക്കണം കേട്ടോ. വെബിനാർ പങ്കെടുക്കാത്ത ഒരു കാരണവശാലും നമുക്ക് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ഡെഡ് ലൈൻസ് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. സാർ, ആർ എ പോലുള്ള എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമായിട്ടും പറയുന്നത് വേക്കൻസി കുറവാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കട്ട് ഓഫിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാവരുടെയും നിരന്തരമായ ക്വസ്റ്റ്യനാണ് കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുമ്പോഴത്തേക്കും നടക്കാത്ത പരീക്ഷയിൽ കട്ട് ഓഫ് ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പുറക്കാത്ത കൊച്ചിൻ്റെ ജാതകം ചോദിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷേ കഴിഞ്ഞ കട്ട് ഓഫ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കട്ട് ഓഫ് എനിക്ക് 34 അല്ലേ, 34 കട്ട് ഓഫ്. കഴിഞ്ഞ കട്ട് ഓഫിന്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും സഹകാരിയെ പോലെ സ്ഥാപനം ഗെയിമിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹകാരിയെ പോലെ സ്ഥാപനം കൃത്യമായിട്ട് ഗെയിമിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക, കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ട്. നിലവിലത്തെ ആറോ പരീക്ഷയുടെ കട്ട് ഓഫ് കൂടും. എന്നാലും ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ കട്ട് ഓഫ് ഒരിക്കലും 50+ പോവില്ല, ഉറപ്പാണത്. കാരണം ഇപ്പോൾ നമുക്ക് നടക്കുന്ന ആറോ പരീക്ഷ പോലും ഒരു പക്ഷേ
ഒരു 52 ആ റേഞ്ചിൽ പോയാൽ, കാരണം പരീക്ഷ കുറച്ച് എളുപ്പമായിരുന്നു, പഠിച്ച കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് കുറച്ചധികം ഈസി ആയിരുന്നു എന്നുള്ളതാണ്. 70+ സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്നു എന്നുള്ളതൊരു പ്രത്യേകത ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. സോ നോർമലി നമുക്കൊരു ആവറേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും 50+ പോവില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴേ ഉറപ്പ് പറയാണ്, എത്ര നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം ഇത്തരത്തിലുള്ള എക്കണോമെട്രിക്സ് പോലുള്ള അല്ലെങ്കിൽ എക്കണോമിക്സ് പോലുള്ള സ്റ്റാറ്റി, മാത്സ് എല്ലാം PG ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സെലക്റ്റീവ് സ്റ്റഡി എപ്പോഴും ആപ്ലിക്കബിൾ ആകുന്നതും. അപ്പോൾ നമ്മളൊരു 80-90 മാർക്കിന് പഠിക്കുക എന്നുള്ളതിനാണ് കട്ട് ഓഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ വരുന്നത് ചാൻസിനെ കുറിച്ച്, ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ പരീക്ഷ വിളിക്കുമ്പോൾ എത്ര വേക്കൻസിയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്? 3 വേക്കൻസിയാണ് നമുക്ക് പ്രസന്റിലി ഉണ്ടായിരുന്ന 3 വേക്കൻസി. ബാക്കി ദ റെസ്റ്റ് വൺ ആന്റിസിപ്പേറ്റഡ് ആയിരുന്നു അല്ലേ? മൊത്തത്തിൽ ആന്റിസിപ്പേറ്റഡ് 3 വേക്കൻസി അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ലിസ്റ്റ് വന്നിട്ട് 1 വർഷമാകുന്നു അല്ലേ? നിലവിൽ ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ട് 1 വർഷമാകുന്നു, 1 വർഷം കഴിയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ വർഷം നെക്സ്റ്റ് വർഷം നോട്ടിഫിക്കേഷൻ വന്നാൽ അടുത്ത വർഷം പുതിയ ലിസ്റ്റ് ആയിരിക്കും. അപ്പോഴത്തേക്കും ആ പഴയ ലിസ്റ്റിന്റെ കാലാവധി കഴിയും. അപ്പോൾ ഈ 1 വർഷം കൊണ്ട് തന്നെ ഏകദേശം ലിസ്റ്റിൽ വന്ന 56 പേരാണ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 56 പേരിന്റെ പകുതി പേരെയും 24 വരെയും 1 വർഷം കൊണ്ട് അഡ്വൈസ് ചെയ്തിരിക്കുകയാണ്. മെയിൻ ലിസ്റ്റിൽ 56 പേരും പിന്നെ ബാക്കി സപ്ലിമെന്ററി നമ്മൾ നോക്കണ്ട, 56 ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം എത്ര പേരെ അഡ്വൈസ് ചെയ്യണോ അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിക്വയർമെന്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ അതിന്റെ പകുതി പേരെയും ആദ്യത്തെ അഡ്വൈസ്, അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കൂടെ കൊണ്ട് കഴിയുമ്പോൾ ഈ ലിസ്റ്റ് തീരാനുള്ള സാധ്യതയുണ്ട്. സാർ, അപ്പോൾ ഈ മെയിൻ ലിസ്റ്റ് തീർന്നാലും സപ്ലിയിലും കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ചാൻസ് ഉണ്ടോ? അതായത് അത് ശ്രദ്ധിക്കുക, നമ്മൾ ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിയൊരു ക്ലാരിഫിക്കേഷൻ തരാം. മെയിൻ ലിസ്റ്റിനെ സപ്ലിമെന്റ് ചെയ്യുക എന്നൊരു ഡ്യൂട്ടി മാത്രമാണ് എന്തിനുള്ളത്? സപ്ലിമെന്ററിക്കുള്ളത്. അപ്പോൾ എന്താ സപ്ലിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റൊട്ടേഷൻ ചാർട്ട് പ്രകാരം മാത്രമേ കേരള PSCക്ക് ആൾക്കാരെ അഡ്വൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 50 പേരുടെ റിക്വയർമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 50 പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ പബ്ലിഷ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ അതിനകത്ത് SC ST കാറ്റഗറി അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWC കാറ്റഗറി ഉണ്ടാകാതിരിക്കാം. 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളത് നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം നിരത്തി വെക്കാൻ ആൾ തികയാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സപ്ലിമെന്ററി ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴാണോ മെയിൻ ലിസ്റ്റ് തീരുന്നത് അതിനുശേഷം സപ്ലിമെന്ററി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്ലെയിം ഇല്ല, നോ ക്ലെയിം. അപ്പോഴേ ലിസ്റ്റ് ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. സാർ, നമുക്കിപ്പോൾ ഓരോ വർഷം കൂടുന്തോറും എക്സാമിന്റെ പാറ്റേണിൽ പോലും മാറ്റം വന്നിട്ടുണ്ട്. സാറിന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏത് രീതിയിലായിരിക്കണം കുട്ടികളുടെ തയ്യാറെടുപ്പും എക്സാമിന് വേണ്ടിയിട്ട്? ഇത് ഇപ്പോൾ ഞാനിന്ന് പറയുന്ന ആൻസർ ഒരു പക്ഷേ ആഫ്റ്റർ 6 months റിലവൻ്റ് ആവണമെന്നില്ല കേട്ടോ. കാരണം ഓരോ 6 മാസം 3 മാസം കൂടുമ്പോഴത്തേക്ക് നമ്മൾ ചോദ്യങ്ങൾ അത്രയും കീൻ വാച്ച് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വരുന്ന ഡിഫറൻസസ്. ഇപ്പോൾ ഏറ്റവും 3 മാസത്തിന് മുന്നേ വന്ന പരീക്ഷകളുടെ HST എക്കണോമിക്സ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. HST എക്കണോമിക്സ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടികൾ എന്നുവെച്ചാൽ അവർ നമ്മൾ മോഡൽ എക്സാം ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തു, അത് തന്നെ അതുപോലെ വന്നു എന്നും പറഞ്ഞു. പക്ഷേ സിമ്പിൾ ആയിപ്പോയി ക്വസ്റ്റ്യൻ. നോർമലി എക്സാമിന് പറയുന്ന അസർഷൻ, റീസണിംഗ് ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിന് വളരെ കുറവായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആറോയ്ക്ക് അതുപോലെ വളരെ കുറച്ച്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം HST എക്കണോമിക്സ് ആവട്ടെ 6 ആവട്ടെ, അത് 2 എണ്ണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും ആറോയിൽ അവസാനം സിലബസിൽ ഇത്രയും ചേഞ്ച് വന്നതുമായി ബന്ധപ്പെടുത്തി ആണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഈസി ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് തൊട്ട് മുന്നേ നടന്നിട്ടുള്ള ഒരു 6 മാസത്തിനും ഈ ഒരു 3 മാസത്തിനും ഇടയ്ക്ക് നടന്നിട്ടുള്ള മറ്റുള്ള എക്സാംസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പാറ്റേൺ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി PG ലെവൽ എക്സാമിനേഷൻസിൽ പിള്ളേർ വായിച്ചു തീരുന്നില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഇത് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പേജ് ക്വസ്റ്റ്യൻ വായിച്ചു തീരുമ്പോൾ 1 മണിക്കൂർ ഒരു മാർക്കിന് വേണ്ടി 1/2 പേജ് വായിക്കേണ്ട സാഹചര്യം അത് പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒരു പക്ഷേ അതുപോലെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിങ്ങൾ HST എക്കണോമിക്സ് ഉണ്ടായിരുന്നു തോന്നുന്നു, ഫൈൻഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന്. അപ്പോൾ ദാറ്റ് മീൻസ് ചില ഓപ്ഷൻസ് അപ്രോപ്രിയേറ്റ് ആവാം, പക്ഷേ അതായത് നമുക്കിപ്പോൾ 4 ഓപ്ഷൻസ് തന്നിരിക്കും, അതിലിപ്പോൾ 2 എണ്ണം അപ്രോപ്രിയേറ്റ് ആവാം, പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേറെ 2 എണ്ണം ആയിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ട്രിക്കി എന്ന് പറഞ്ഞാൽ മാത്രമല്ല സബ്ജക്റ്റ് നമുക്ക് ഇൻഡെപ്തായിട്ട് തറവാക്കി പഠിച്ചാലേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ PG ലെവൽ എക്സാംസിൽ നമുക്ക് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കണം. നല്ലൊരു പരീക്ഷയെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ സാധാ ഡിഗ്രി ലെവൽ എക്സാം പോലെ നമുക്ക് പ്രിലിംസ് ഇല്ല, യെസ്, നമുക്ക് ഒരൊറ്റ എക്സാം, പിന്നെ അതിനോടൊപ്പം തന്നെ ഇന്റർവ്യൂ. അതിനെ കുറിച്ച് സാറ്? അതായത് നമുക്കിപ്പം റിട്ടേൺ എക്സാമിനേഷൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഏറ്റവും വലിയൊരു ഗുണമാണ് നമ്മളെ സംബന്ധിച്ച്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അതിൻ്റെ ലിസ്റ്റിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂയുടെ റിസൾട്ട് എന്തായാലും നമ്മൾ ലിസ്റ്റിലുണ്ടാകും. സിവിൽ സർവീസ് പോലെ അല്ല. സിവിൽ സർവീസ് ആകുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്താൽ മാത്രമേ ലിസ്റ്റിലുണ്ടാകത്തുള്ളൂ. ഇവിടെ നമുക്ക് ലിസ്റ്റിലുണ്ടാവും. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് വളരെ ഡെട്രിമെൻ്റലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാർക്കിന് യെസ്. അപ്പോൾ 20 മാർക്കാണ് മൊത്തം നമുക്ക് ഇൻ്റർവ്യൂവിന് വരിക കേരള PSCയിൽ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുമ്പോൾ 11 മാർക്കും ഏറ്റവും കൂടിയ മാർക്ക് 13 മാർക്കുമാണ് വരിക. 2 മാർക്കാണ് പ്രധാനമായിട്ടും വ്യത്യാസം വരിക. അപ്പം നമ്മളെ ചിലപ്പോൾ ജോലി കിട്ടാൻ പറ്റാത്ത സാഹചര്യമാക്കും. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും റീസെൻറ്റ് HSSTയുടെ റാങ്ക് ലിസ്റ്റ്, നമ്മുടെ സഹകാരിയുടെ വന്നിട്ടുള്ള കൊമേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ്, അതുപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റ്, അതുപോലെ നമ്മുടെ JSCയുടെ റാങ്ക് ലിസ്റ്റ്, ഇതെല്ലാം ഇൻ്റർവ്യൂ ഉള്ള പോസ്റ്റുകളാണ്. നമുക്ക് ആ ഒരു ഭയങ്കരമായ ഡ്രാസ്റ്റിക് കഴിഞ്ഞ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്നൊക്കെ പറയും 48ാമത്തെ റാങ്ക് കിടക്കുന്ന കുട്ടി നമ്മുടെ കുട്ടിയാണ്. ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ 15ാമത്തെ റാങ്ക് കിട്ടേണ്ട ആളാണ്. എങ്ങനെ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്തതിൽ ഫുൾ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയ്ക്കും ഡിഫറൻസ് നമുക്ക് അതിനകത്ത് വരും, 2 മാർക്ക് കൊണ്ട് വരും. അതുകൊണ്ട് ഇൻ്റർവ്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സാർ ഇനി പുതുതായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് സാറിന് എന്താണ് അഡ്വൈസ് ആയിട്ട് കൊടുക്കാനായിട്ട്? ഉറപ്പായിട്ടും നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട്. എവിടെയാണ്? നോർമൽ PSC എക്സാംസിൽ. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ പലപ്പോഴും നമ്മൾ എക്കണോമിക്സ് പഠിച്ച ആൾക്കാർ പ്രത്യേകിച്ച് മാത്സുകാർ, എനിക്ക് തോന്നിയിട്ടുണ്ട്, മാത്സുകാർ, എക്കണോമിക്സുകാർ, സ്റ്റാറ്റിക്കാരൊന്നും ഈ പരീക്ഷയെക്കുറിച്ച് അറിയാതെ പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അത് തന്നെയാണ് ഈ സ്റ്റാറ്റിക് ലെസൻ്റെ പരീക്ഷയിലൊക്കെ ഇത്രയും കുറഞ്ഞ കട്ട് ഓഫിൽ എന്തോ ഒരു അഡ്വൈസ് നടക്കണമെന്ന് അറിയാമോ? ഒത്തിരി അഡ്വൈസ് നടക്കുന്നത്. സ്റ്റാറ്റിക് ലെസൻ്റെ പരീക്ഷ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോബാണ്. കാരണം ഒത്തിരി ഫീൽഡ് വർക്കാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് സ്റ്റാറ്റിക് ലെസന്. അതേപോലെ തന്നെയാണ് RO എക്സാംസും. അതുപോലെ നമുക്ക് അത്രയും ഹയർ പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു. അതുപോലെ നമ്മുടെ RA എക്സാമിനേഷൻ, അങ്ങനെ വരുന്ന എല്ലാ പരീക്ഷകളും നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് സബ്ജക്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിച്ചെഴുതാൻ പറ്റുമെന്നും വളരെ ചെറിയ മത്സരവുമാണ് ഇത്തരത്തിലുള്ള പരീക്ഷയുടെ പ്രത്യേകത. മാത്രമല്ല വേറൊരു രസകരമായ സംഭവമാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ ഒരു നോർമൽ PSC എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ സഹകാര്യം നിങ്ങളൊന്ന് പഠിക്കുന്നു, നമ്മളൊരു 1000 കുട്ടികളെ പരീക്ഷിക്കുന്നു വെച്ചോളൂ. ഇപ്പോൾ LDC എക്സാമിനേഷൻ നമ്മളൊരു 1000 പേരെ പരീക്ഷിക്കുന്നു. അവിടെ നിരന്തരം നല്ലൊരു സ്കോർ വാങ്ങുന്നൊരു കുട്ടി ഇവന് 1ാം റാങ്കോ അല്ലെങ്കിൽ 2ാം റാങ്കോ അല്ലെങ്കിൽ 5ൽ ഉള്ളിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ROയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ RAയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ലെസൻ്റാണെന്നുണ്ടെങ്കിൽ DFI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവൻ എന്തായാലും ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള കുട്ടിയാണെന്ന് അങ്ങനെ ഒത്തിരി പേര് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ വി ക്യാൻ പ്രൊഡിക്റ്റ് ദം. അത് മത്സരം കുറവായതുകൊണ്ടുകൂടിയാണ്. അതുപോലെ നമ്മുടെ കുട്ടികളുടെ എഫേർട്ട് എല്ലാം കൂടെ കൊണ്ടാണ് നമുക്ക് അത്തരത്തിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് പഠിക്കാൻ പറ്റുന്ന മേഖലയാണ് സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻസ്. അതൊരു കാരണവശാലും ചെറുതായി കാണരുത്. അതെ, അതുപോലുള്ള ഹയർ ലെവലിൽ നമുക്ക് പ്ലാനിംഗ് ബോർഡിലേക്കൊക്കെ അത്രയും ഉയർന്ന പോസ്റ്റിലേക്ക് ഡയറക്റ്റ് എൻട്രി കേഡറായിട്ട് എത്താൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ആൾവേസ് വെരി വെരി സ്പെഷ്യൽ. സാർ, അപ്പം നമ്മൾ ലോങ് ടേം ബാച്ച് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്തുവാണ് സാർ അതിനെക്കുറിച്ച് കുട്ടികൾക്ക്? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാറേ. നമുക്ക് മിക്കവാറും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പലരും ചോദിക്കണം 6 മാസത്തേക്കാണോ അല്ലെങ്കിൽ 3 മാസത്തേക്കാണോ, ക്രാഷ് കോഴ്സാണോ? സഹകാരിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോങ് ടേം ബാച്ച് ആണെന്നുണ്ടെങ്കിലും ക്രാഷ് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള കോഴ്സ് ആണെന്നുണ്ടെങ്കിലും PSC പരീക്ഷ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കോഴ്സേ ഉള്ളൂ. മീൻസ് ടിൽ എക്സാമിനേഷൻ. അതായത് നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന സാഹചര്യത്തിൽ ഓരോ ദിവസവും ക്ലാസ്സുകൾ തരികയും ആ ക്ലാസ്സിനെ ബന്ധപ്പെടുത്തി മാക്സിമം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന എക്സാമിനേഷൻ നടത്തുകയും അതിനോടൊപ്പം നമ്മുടെ കൃത്യമായിട്ട് സഹകാരിക്ക് പാറ്റന്റ് കിട്ടിയെന്നാണെങ്കിൽ പറയാം റിവേഴ്സ് റിവിഷന്. അങ്ങനെ റിവേഴ്സ് റിവിഷൻ നടത്തി ഈ ക്വസ്റ്റ്യൻസ് തറവാക്കുകയും അതുപോലെ അവസാനം എക്സാമിനേഷൻ കൺഫർമേഷൻ വരുന്ന സമയത്ത്, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള സ്പെഷ്യൽ എഫേർട്സ് ഉണ്ടായിരിക്കും, കൺഫർമേഷൻ വരുന്ന സമയത്തുള്ള സ്പെഷ്യൽ എഫേർട്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞ് അതുപോലെ കൺഫർമേഷൻ വന്നിട്ടുള്ള ലാസ്റ്റ് 2 മന്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് മാത്രമല്ല നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും ഓഫ്ലൈൻ ക്ലാസ് പോലെ. അത് ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുക. അത് ഇടയ്ക്കിടയ്ക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, മൊബൈൽ ഫോണിൻ്റെ യൂസ്, അങ്ങനെയുള്ള ചെറിയ സെഷൻസ് ഒക്കെ നമ്മൾ
പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക്. അതൊക്കെ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ പരീക്ഷയുടെ തലയ്ക്കും തലേദിവസം, എല്ലാ പരീക്ഷയുടെയും തലയ്ക്കും തലേദിവസം ലാസ്റ്റ് പെർഫോമൻസ് ടിപ്സും കൂടെ തന്നിട്ടായിരിക്കും നിങ്ങളെ പരീക്ഷയ്ക്ക് അയക്കുക. അതുവരെയാണ് കോഴ്സ് ഡ്യൂറേഷൻ. അപ്പോൾ ലോങ് ടേം എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട, ഒറ്റ കോഴ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യരുത്. ഉറപ്പായിട്ടും നിങ്ങൾ RAയുടെ ലോങ് ടേം ബാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വെബിനാർ സെഷൻ അറ്റൻഡ് ചെയ്യുക. വെബിനാർ സെഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മെത്തേഡ്സ്, ഡെഡ് ലൈൻസ്, അതുപോലെ മെൻറ്റർക്ക് എന്തൊക്കെ നിങ്ങളെ ഡെയിലി എങ്ങനെയൊക്കെ ഡെയിലി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ വരുന്ന RA എക്സാമിനേഷൻ, അതുപോലെ അടുത്ത സ്റ്റാറ്റിക് ടെസ്റ്റിന്റെ എക്സാമിനേഷൻ, ഈ സ്ട്രീമിൽ പഠിച്ച കുട്ടികൾ വേറെ പോകരുത്, അല്ലേ? അങ്ങനെയാണ് നമുക്ക് പറയാനുള്ളത്. വേറെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അരിമണി ഇവിടെ ഉണ്ട്. ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ പേരെഴുതപ്പെട്ട അരിമണി ഉണ്ടെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തുക, ഭക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സർക്കാർ ജോലി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതിലേക്ക് എത്തുക. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും സഹകാരി റേസ് പ്ലസ് നിങ്ങൾക്ക് നേരുകയാണ്. അതുപോലെ നിങ്ങൾ എഴുതി വയ്ക്കുക, നോട്ട് ഡൗൺ. ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു റൈറ്റ് എ സ്റ്റോറി. ആ സ്റ്റോറി പറയേണ്ടത് ഇതേപോലെ ഞങ്ങളോടൊപ്പം ഇരുന്നായിരിക്കും പറയേണ്ടത്. ആയിരക്കണക്കിന് ആൾക്കാരെ പ്രചോദിപ്പിക്കേണ്ട ഒരു സ്റ്റോറി. ആ സ്റ്റോറി പറയുന്ന ദിവസം നിങ്ങൾ സ്വപ്നം കാണുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു.